ഇതാ അതുപോലെ കുഞ്ഞിന്തവളകൾ ഉണ്ടാക്കിയാലോ? വെക്കേഷനൊക്കെ അല്ലേ, ബോറടിച്ചു തുടങ്ങിയോ? എന്നാ പിന്നെ ഈ ഈസി ക്രാഫ്റ്റ് ട്രൈ ചെയ്യാം. വിഷ്വൽസിൽ കാണിക്കുന്ന പോലെ 8x16 റെക്റ്റാങ്കിൾ കട്ട് ചെയ്തെടുക്കാം. ഇനി പേപ്പർ മടക്കാം, ഷേപ്പ് സെറ്റ് ചെയ്യാം. ഇതിനായി ഒരു A4 പേപ്പറിന്റെ സഹായം മാത്രം മതി, അല്ലെങ്കിൽ പഴയ ബുക്കിൽ ഒരു പേജാലും മതി. അപ്പോൾ ഒരുമിച്ച് തുടങ്ങല്ലേ. കാണുമ്പോൾ കുറച്ച് കോംപ്ലിക്കേറ്റഡ് പോലെ തോന്നുമെങ്കിലും സംഭവം വളരെ സിമ്പിളാണ്. ഇനി അഥവാ മനസ്സിലായില്ലെങ്കിൽ സ്ലോ മോഡിലിട്ട് ഒന്ന് റിപ്പീറ്റ് ആയിട്ട് കണ്ടാൽ സംഭവം റെഡിയാവും. സാധാരണ ഈ തവള ഉണ്ടാക്കാനൊക്കെ നമ്മൾ ഗ്രീൻ പേപ്പറാണ് യൂസ് ചെയ്യാറ്. പക്ഷെ എൻ്റെ കയ്യിൽ ഈ സംഭവം ഇല്ലാത്തതുകൊണ്ട് വൈറ്റ് പേപ്പറിലാണ് നമ്മൾ ചെയ്യുന്നത്. അല്ലെങ്കിലും ഉള്ളത് കൊണ്ട് വേണം പോലെ എന്നാണല്ലോ. ഇനിയാണ് ട്വിസ്റ്റ്. ഫോൾഡ് ചെയ്ത ഭാഗങ്ങൾ ട്രയാങ്കിൾ ഷേപ്പിൽ സെറ്റ് ചെയ്യണം. ആദ്യം കുറച്ച് ട്രിക്കി ആയിരിക്കും, പക്ഷെ പ്രാക്ടീസ് ചെയ്താൽ ഈസിയാവും. എഡ്ജസ് എല്ലാം എത്ര നന്നായി നമ്മൾ പ്രസ് ചെയ്യുന്നു അത്രയും പെർഫെക്റ്റ് ആയിട്ടായിരിക്കും നമുക്ക് ഫൈനൽ റിസൾട്ട് കിട്ടുക. നിങ്ങൾ ഇങ്ങനെ ഒരു ജമ്പിങ് ഫ്രോഗ് മുമ്പ് ഉണ്ടാക്കിയിട്ടുണ്ടോ? ഉണ്ടെങ്കിൽ യെസ് എന്ന് കമൻറ്റ് ഇടണേ. ഇല്ലെങ്കിൽ ഇപ്പോൾ തന്നെ ട്രൈ ചെയ്യണേ. ഇപ്പോഴത്തെ ജനറേഷനൊക്കെ ഇതൊക്കെ അറിയുമോ എന്നോട് നോക്കുകയും ചെയ്യാം. സൈഡിലുള്ള ഈ ഫോൾഡ്സ് ആണ് നമ്മുടെ ഫ്രോഗിൻ്റെ കാലുകൾ. അപ്പോൾ നല്ല രീതിയിൽ ഷാർപ്പൻ ചെയ്താൽ മാത്രമേ കാണാൻ അടിപൊളിയാകുള്ളൂ. മാത്രമല്ല ഫ്രോഗ് ജമ്പ് ചെയ്യുമ്പോൾ സ്മൂത്ത് ട്രാൻസിഷനും കിട്ടും. തവളയുടെ കാലുകൾ ഇപ്പോൾ കുറച്ചുകൂടി വിസിബിൾ അല്ലേ? അപ്പോൾ ഏകദേശം നമ്മുടെ ഫ്രോഗ് റെഡി ആയിട്ടുണ്ട്. ഇനി നെക്സ്റ്റ് നമുക്ക് ചെയ്യാനുള്ളത് ഒരു സിക്സാക് ഫോൾഡിംഗ് ആണ്. ഈ സ്റ്റെപ്പ് ചെയ്യുന്നതോടുകൂടി നമ്മുടെ ഫ്രോഗ് നീറ്റായി ചാടാൻ സ്റ്റാർട്ടാവും. ടെസ്റ്റ് ചെയ്യട്ടെ. എങ്ങനെയുണ്ട്? സൂപ്പർ അല്ലേ? ഇനി കുറച്ചുകൂടി ഡെക്കറേഷൻസ് വേണമെങ്കിൽ 2 കണ്ണും 4 കാലും ആഡ് ചെയ്യും. അതില്ലെങ്കിലും കാണാൻ നല്ല ക്യൂട്ടാണ്. വൈറ്റ് പേപ്പറിൽ ഗ്രീൻ സ്കെച്ച് അടിച്ചാണ് ഈ ഒരു ഫൈനൽ ലുക്ക് സെറ്റ് ആക്കിയേക്കണം. സംഭവം ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാൻ മറക്കല്ലേ. കൂടെ സബ്സ്ക്രൈബ് ചെയ്യാൻ.